എബി വിശദമായി തന്നെ ശാസ്ത്രീയമായ പരിശോധന തന്നെയാണ് ലക്ഷ്യമിടുന്നതെന്നാണ് പോലീസ് പറയുന്നത്. 44 പേരാണ് ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നത്. ഈ കേസിന്റെ ഈ ഘട്ടം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ശ്രുതി, ഒട്ടും വൈകാതെ തന്നെ ഇതിലെ മുഴുവൻ പ്രതികളിലേക്കും പോലീസിന് എത്തിച്ചേരാനാകും. ഇനി 15 പ്രതികളെ കൂടിയാണ് പിടിക്കാനുള്ളത്. ഇതിൽ വിദേശത്തുള്ള ചിലരുണ്ട്. ഇവർക്കായി ലുക്കൌട്ട് നോട്ടീസ് ഉടൻ തന്നെ പുറത്തിറക്കും. ഇന്നലെ അറസ്റ്റിലായ 14 പ്രതികളിൽ 4 പേർ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളാണ്. എല്ലാവരെയും തന്നെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു പോക്സോ കേസ് പ്രതിയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതായാലും പോലീസ് വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ കേസിന്റെ ഗൗരവം മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേസുമായി ഈ കേസിന്റെ അന്വേഷണ ചുമതല പത്തനംതിട്ട ഡിവൈഎസ്പിക്കായിട്ടും ഇതിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടാണ് ഇതിന്റെ മേൽനോട്ട ചുമതല തിരുവനന്തപുരം റേഞ്ച് DIG അജിത ബീഗത്തിന് നൽകിയിരിക്കുന്നത്. ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ അജിത ബീഗം പ്രതികരിച്ചതും ഈ രീതിയിൽ തന്നെയാണ്. ഒട്ടും വൈകാതെ തന്നെ ശേഷിക്കുന്ന പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, കേസ് കുറച്ചുകൂടി ഇതിന്റെ അന്വേഷണ സംഘം വിപുലീകരിക്കും. മകരവിളക്കുമായി ബന്ധപ്പെട്ട ചടങ്ങുകളെല്ലാം തീർന്നു കഴിഞ്ഞാലുടൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പല ഉന്നത ഉദ്യോഗസ്ഥരും അതിന്റെ തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ മകരവിളക്കിന്റെ ചടങ്ങുകൾ തീർന്നാൽ ഉടൻ തന്നെ അന്വേഷണ സംഘം കുറച്ചുകൂടി വിപുലപ്പെടുത്തും. അന്വേഷണം ഏറ്റവും പെട്ടെന്ന് തന്നെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാനാകും എന്നുള്ള പ്രതീക്ഷയാണ് അജിത ബീഗം രാവിലെ പുലർത്തിയത്. ഏതായാലും ശ്രുതി, ഓർക്കുക, വളരെ കേരളത്തിൽ കേട്ടുകഴിവില്ലാത്ത കേസ്. അതായത് ഇതിനു മുൻപ് സൂര്യനെല്ലി കേസൊക്കെ വന്നപ്പോൾ അതിന് സമാനമായ കേസ് തന്നെയാണ് ഇതെങ്കിലും ഈ കേസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇന്ന് സൂര്യനെല്ലി കേസ് അന്ന് ഉണ്ടായ സമയത്ത് പോക്സോ നിയമങ്ങൾ നിലവിലില്ലായിരുന്നു. ഇപ്പൊ പോക്സോ കേസ് നിലവിൽ വന്നതിന് ശേഷം ആ നിയമത്തിന്റെ പരിധിയിൽ കൂടി ഇത് വരുന്നു. അത് മാത്രമല്ല, SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരമുള്ള വകുപ്പുകളും ഇതിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ അതീവ ഗൗരവമായി തന്നെയാണ് പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ഇതിൽ ഉൾപ്പെട്ട മുഴുവൻ പേരെയും ഏറ്റവും പെട്ടെന്ന് പുറത്തെത്തിക്കാനാകുമെന്ന് പോലീസ് പറയുന്നു. അതുപോലെ തന്നെ ശാസ്ത്രീയമായ തെളിവുകളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. ഈ അതിജീവിതയുടെ മൊഴി വളരെ വിശദമായി തന്നെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ 59ഓളം പ്രതികളെ ഈ പ്രതിപട്ടികയിലേക്ക് ചേർത്തത്. അതുമാത്രമല്ല, ഈ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് തന്നെ പോലീസ് ഇതിന്റെ ശാസ്ത്രീയമായ തെളിവുകളും ശേഖരിച്ചിരുന്നു. ഈ പ്രതികളുടെ വിശദാംശങ്ങളെല്ലാം തന്നെ പോലീസിന് ലഭിച്ചത് പെൺകുട്ടിയുടെ ഫോണിൽ നിന്നാണ്. അതുപോലെ തന്നെ ഡയറിയിൽ ഏതാണ്ട് എല്ലാവരുടെയും തന്നെ പേരുവിവരങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ ഫോണിൽ നിന്നും കോൾ ഡീറ്റെയിൽസ് ശേഖരിച്ച് അതിലൊക്കെ വളരെ വിശദമായി തന്നെ ഇവരുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. പേരുകൾ തന്നെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നൊക്കെയാണ് പോലീസ് ഇവരുടെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നത്. ഏതായാലും വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പോലീസ്. ലബി, അതായത് 59ഓളം പ്രതികളായിട്ടുള്ള കേസാണ്. ഇതിൽ ഇപ്പോൾ 44 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇന്ന് കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യതയുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ശേഷിക്കുന്ന 15 പേരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും എന്നുള്ള തന്നെ DIG നൽകിയിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ചുള്ള വിവരങ്ങളും രാവിലെ തന്നെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും വൈകാതെ ആകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശ്രുതി, ശരി, എന്തായാലും കേസിൽ അന്വേഷണ സംഘം വിപുലീകരിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. പ്രതികളെ വെറുതെ വിടില്ലെന്നാണ് DIG അജിത ബീഗം റിപ്പോർട്ടറിനോട് പ്രതികരിച്ചത്. ശാസ്ത്രീയ പരിശോധന നടത്താനുമുള്ള നീക്കം നടക്കുന്നുണ്ട്. ഒപ്പം പീഡനത്തിൽ തിരുവനന്തപുരം ജില്ലയിലും കേസെടുത്തിട്ടുണ്ട്. ഇതുവരെ കേസിൽ 44 പേരാണ് അറസ്റ്റിലായത്. ലബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.